Hi dear students, welcome back to Future Plus Academy. നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇൻട്രൊഡക്ഷൻ ടു മാസ് കമ്മ്യൂണിക്കേഷൻ എന്നുള്ള പേപ്പറിലെ ബ്ലോക്ക് 1 യൂണിറ്റ് നമ്പർ 5 ആണ്. അതായത് മോഡൽസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ആണ് നമ്മൾ ഇതിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എന്താ മോഡൽസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ കേട്ടോ. അപ്പൊ യൂണിറ്റ് 5 മോഡൽസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ പറയുമ്പോൾ നമുക്ക് പറയേണ്ട ഒരു മെയിൻ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ ഇതുവരെ കുറെ ടൈപ്സും അതുപോലെ തന്നെ മറ്റേ എലിമെന്റ്സ് ഓഫ് കമ്മ്യൂണിക്കേഷനും ഇതൊക്കെയാണ് ഡിസ്കസ് ചെയ്തത്. ഇനി നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുള്ള ഒരു മോഡൽ നിങ്ങൾ കണ്ടില്ലേ, അതായത് പ്രോസസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞിട്ട് സെൻഡർ, മെസ്സേജ്, റിസീവർ എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ ഇങ്ങനെ കണ്ടിട്ടുണ്ടായിരുന്നു. അതുപോലുള്ള കുറെ അധികം മോഡൽസിനെ കുറിച്ചാണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. ആ രീതിയിൽ പല കൈൻഡ് ഓഫ് മോഡൽസും കമ്മ്യൂണിക്കേഷനിലും ഉണ്ട്. അപ്പൊ ഇതെന്തിനാ ഇങ്ങനെ കുറച്ച് മോഡൽസ് പഠിപ്പിക്കുന്നതെന്ന് പറഞ്ഞാൽ പല ശാസ്ത്രജ്ഞന്മാരും അവരുടേതായിട്ടുള്ള രീതിയിൽ ഈ കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സിനെ അവര് നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരാൻ വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള ഒരു മോഡൽസ് ആണ്. മോഡൽസ് എന്ന് പറയുമ്പോൾ എന്താ, നമ്മളിപ്പോ എന്തിനാ മോഡൽസ് എന്ന് പറയുമ്പോൾ അതിന്റെ ഒരു പരിച്ഛേദം അല്ലെങ്കിൽ അതുപോലെ എന്ന് നമുക്ക് കാണിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലെ. അപ്പൊ നമ്മള് ഒരു ശാസ്ത്രീയമായ രീതിയിൽ അവരുടേതായിട്ടുള്ള തോട്ട്സും ഐഡിയാസും ഒക്കെ ഉപയോഗിച്ചിട്ട് അവർ കണ്ടുപിടിച്ചിട്ടുള്ളതാണ് എന്തെന്ന് പറയുന്നത്, മോഡൽസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. സോ ദാറ്റ് സെൻഡർ, എൻകോഡിംഗ്, മെസ്സേജ്, ഡീകോഡിംഗ്, റിസീവർ, നോയ്സ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നമുക്ക് പോകാം. സോ ദാറ്റ് ഇസ് കോൾഡ് ആസ് ദിസ് എന്നുള്ളത്. അപ്പൊ ഇതില് ഫസ്റ്റ് വണ് നമ്മൾ മുന്നേ പഠിച്ചിട്ടുള്ള, നമ്മൾ നേരത്തെ പറഞ്ഞു വന്നിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ മോഡൽ തന്നെയാണ്. ഇവിടെ സെൻഡർ എൻകോഡ് ചെയ്യുന്നു, മെസ്സേജ് ഡീകോഡ് ചെയ്ത് റിസീവറിലേക്ക് എത്തുന്നു, ആൻഡ് ദിസ് ഹിയർ ഇസ് ദ നോയ്സ് ഇസ് ദ ഹിൻഡ്രൻസ് എന്ന് പറയുന്നു. ഇത് ബേസിക് മോഡൽ ഓഫ് കമ്മ്യൂണിക്കേഷൻ ആണ്. ടെക്സ്റ്റിൽ കൂടുതൽ പറയുന്നുണ്ട് കേട്ടോ. അടുത്തതെന്ന് പറയുന്നത് അരിസ്റ്റോട്ടിൽ മോഡൽ ഓഫ് കമ്മ്യൂണിക്കേഷൻ. ഈ മോഡൽസ് കൂടുതലായിട്ട് വരുന്ന സമയത്ത് അവിടെ വരുന്ന മാറ്റങ്ങൾ എന്ന് പറയുന്നത് സ്പീക്കർ, സ്പീച്ച്, ഓഡിയൻസ് എഫക്ട് എന്ന് പറഞ്ഞിട്ട് ഇതിങ്ങനെ കാണാൻ പറ്റും നമുക്ക് ബേസിക്കലി. സോ ദാറ്റ് ഇസ് വാട്ട് കോൾഡ് ആസ് അരിസ്റ്റോട്ടിൽ മോഡൽ ഓഫ് കമ്മ്യൂണിക്കേഷൻ. ഇതിൽ വരുന്നതാണ് സ്പീക്കർ, സ്പീച്ച്, ഓഡിയൻസ്, ഇഫക്റ്റ് എന്ന് പറയുന്നത്. അതിൽ സ്പീക്കർ സ്പീച്ച് നടത്തുന്നു, ഒരു ഒക്കേഷന് ഓഡിയൻസ് ഇഫക്റ്റ് എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള സെൻഡർ, റിസീവറിനൊക്കെ പകരമാണ് ഇവിടെ എന്ത് പറയുന്നത്, സ്പീക്കർ, സ്പീച്ച്, ഓഡിയൻസ്, ഇഫക്റ്റ് എന്ന് പറയുന്നത്. മനസ്സിലായോ? ഓക്കെ, അതെന്താണ് അരിസ്റ്റോട്ടിൽ മോഡൽ ഓഫ് കമ്മ്യൂണിക്കേഷൻ. അരിസ്റ്റോട്ടിൽ ഇങ്ങനെയാണ് പറയുന്നത്. സോ നമുക്ക് നോക്കാം. അരിസ്റ്റോട്ടിൽ മോഡൽ ഓഫ് കമ്മ്യൂണിക്കേഷൻ ഇസ് ദ ഗോൾഡൻ റൂൾ ടു എക്സൽ ഇൻ പബ്ലിക് സ്പീക്കിംഗ്, സെമിനാർസ്, ലെക്ചേഴ്സ്, where the senders make a point clear by designing an impressive content, passing on the message to the second part and they simply respond accordingly. അതായത് ഈ അരിസ്റ്റോട്ടിൽ മോഡൽ ഓഫ് കമ്മ്യൂണിക്കേഷനിൽ സ്പീക്കർ, സ്പീച്ച് എന്നൊക്കെ പറയുന്ന സമയത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലായിട്ടുണ്ടോ? കാരണം നമ്മളുടെ ഒരു സാധാരണ ടൈപ്പ് ഓഫ് കോൺവെർസേഷൻ അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ പോലെയല്ല ഇവിടെ കൊടുത്തിട്ടുള്ള എലമെന്റ്സ്. അതുകൊണ്ട് തന്നെ ഇത് വേറെ എന്തിനോ വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ വേറെ ഏതോ ടൈപ്പ് ഓഫ് കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ടുള്ളതാണ് എന്ന് മനസ്സിലായാലും അല്ലെ. അപ്പൊ ഇവിടെ സ്പീക്കർ, സ്പീച്ച്, ഓഡിയൻസ്, ഇഫക്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള എലിമെന്റ്സ് പറയുന്ന സമയത്ത് യു ഷുഡ് റിമെമ്പർ ലൈക്ക് ഈ അരിസ്റ്റോട്ടിൽ മോഡൽ ഓഫ് കമ്മ്യൂണിക്കേഷൻ ഇസ് ഗോൾഡൻ റൂൾ ടു എക്സൽ. എക്സൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മുന്നേറാൻ ഏത് മേഖലയിൽ മുന്നേറാനാണ്? പബ്ലിക് സ്പീക്കിംഗ്. നമ്മളൊരു സമൂഹത്തെ, ഒരു പൊതുസമൂഹത്തെ, ഒരു മാസ് ഓഡിയൻസിനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രസംഗിക്കുന്ന സമയത്ത്, സെമിനാർ നടത്തുന്ന സമയത്ത്, ലെക്ചേഴ്സ് നടത്തുന്ന സമയത്തൊക്കെ നമ്മൾ എക്സൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഒരു റൂള് അല്ലെങ്കിൽ ഒരു മോഡൽ ഓഫ് കമ്മ്യൂണിക്കേഷൻ ആണ് എന്ത്, അരിസ്റ്റോട്ടിൽ മോഡൽ ഓഫ് കമ്മ്യൂണിക്കേഷൻ. ഓക്കെ, സോ വെൻ സെൻഡർ മേക്ക് ഹിസ് പോയിന്റ് ക്ലിയർ ബൈ ഡിസൈനിങ് an impressive content, passing on the message to the second part and they simply respond accordingly. ഇവിടെ സ്പീക്കർ എന്ത് നടത്തുന്നു? ഒരു സ്പീച്ച് നടത്തുന്നു. എന്ത് നടത്തുന്നു? ഒരു സ്പീച്ച് നടത്തുന്നു. അത് ഒക്കേഷനിലൂടെ എവിടേക്ക് എത്തുന്നു? ഓഡിയൻസിലേക്ക് എത്തുന്നു. ആ ഓഡിയൻസിൽ അത് എന്ത് ഉണ്ടാക്കുന്നു? ഒരു എഫക്റ്റ് ഉണ്ടാക്കുന്നു അല്ലെ. നമ്മൾ പ്രസംഗിക്കുമ്പോ അല്ലെ, നമ്മൾ നല്ല പ്രസംഗങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഇപ്പോൾ രാഷ്ട്രീയക്കാരൊന്നും അത്ര നന്നായി പ്രസംഗിക്കുന്ന ആൾക്കാരൊന്നും അല്ല, പക്ഷെ മുന്നേ ഉള്ളവരുടെ പ്രസംഗങ്ങളെ കുറിച്ചൊക്കെ എപ്പോഴും പറയാറുണ്ടായിരുന്നു ഇല്ലേ. ഇപ്പൊക്കെ നല്ല പ്രസംഗങ്ങൾ ഇതൊക്കെ വളരെ കുറവാണ്. ഇപ്പൊ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു പാർട്ടി മറ്റേ പാർട്ടിയെ കുറ്റം പറയുന്നു, മറ്റേ പാർട്ടി ഇപ്പുറത്തെ പാർട്ടിയെ കുറ്റം പറയുന്നു. ഇത് മാത്രമേ ഉള്ളൂ. അല്ലാതെ ഒരു എന്താ പറയാ, ഭാവിയിൽ അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിന്റെ ഒക്കെ ഭാഗമാക്കാൻ പറ്റുന്ന എന്തെങ്കിലും നല്ല വൈസായിട്ടുള്ള 2 വാക്കുകൾ കേൾക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. ഇൻസ്പയറിംഗ് ആയിട്ടുള്ള വാക്കുകൾ കേൾക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. നമ്മൾ ഈ എന്താ പറയാ, CH മുഹമ്മദ് കോയയുടെ ഒക്കെ നല്ല നല്ല പ്രസംഗങ്ങളെ കുറിച്ച് സമദാനിയുടെ പ്രസംഗത്തിലൊക്കെ നമ്മൾ പറയുന്നിട്ടുണ്ട്. എത്ര നമ്മളെന്ന് വെച്ച് കഴിഞ്ഞാൽ
പറഞ്ഞാൽ ഫ്യൂച്ചറിനെ മുന്നിൽ കണ്ടിട്ട്, ഭാവിയെ മുന്നിൽ കണ്ടിട്ടൊക്കെ അവർ സംസാരിച്ച ഒരുപാട് കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ അബ്ദുൽ ഖാദർ മൗലവി, ഇവരൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സമൂഹത്തിന് വേണ്ടി പ്രയത്നിച്ച ആൾക്കാരാണ്. അയ്യങ്കാളി, അവരുടെയൊക്കെ പ്രഭാഷണങ്ങളിൽ ഉണ്ടായിരുന്ന പോലെ ഇന്നത്തെ രാഷ്ട്രീയക്കാരുടെ പ്രഭാഷണങ്ങളിലൊന്നും ഒന്നും ഇല്ല. കാരണം കാര്യമായിട്ടുള്ള വായന ഇല്ല, അല്ലെ, ഒന്നും ഇല്ല, അല്ലെ. ഓക്കെ, സോ സ്പീക്കർ സ്പീച്ച് ഓഡിയൻസ് എഫക്ട് എന്ന് പറയുന്നു. ഓക്കെ, സോ ദിസ് ഇസ് കോൾഡ് ആസ് അരിസ്റ്റോട്ടിൽ മോഡൽസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. ഒരു ഇംപ്രസീവ് കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ ഒരു സെമിനാർസ് നടത്താനുള്ളതും പബ്ലിക് സ്പീക്കിംഗിലും എക്സൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മോഡൽ ഓഫ് കമ്മ്യൂണിക്കേഷൻ ആണ് അരിസ്റ്റോട്ടിൽ മോഡൽ ഓഫ് കമ്മ്യൂണിക്കേഷൻ. അടുത്തത് ആരുടെ മോഡൽ ഓഫ് കമ്മ്യൂണിക്കേഷൻ ആണ്? ലാസ്വെൽസ് മോഡൽ ഓഫ് കമ്മ്യൂണിക്കേഷൻ. നിങ്ങൾ മനസ്സിലായല്ലോ, ഞാൻ നിങ്ങളോട് ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പല രീതിയിൽ അവരുടേതായിട്ടുള്ള തോട്ടിനും ഐഡിയാസിനും അനുസരിച്ച് അവർ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള കുറെ കമ്മ്യൂണിക്കേഷൻ മോഡൽസ് ആണ് ഇതിൽ. നമ്മളെല്ലാവരും ബൈഹാർട്ട് ചെയ്ത് പഠിക്കുക എന്നുള്ളതേ ഉള്ളൂ. അടുത്തത് ലാസ്വെൽ മോഡൽ ഓഫ് കമ്മ്യൂണിക്കേഷൻ. ലാസ്വെൽ മോഡൽ ഓഫ് കമ്മ്യൂണിക്കേഷൻ. ഫസ്റ്റ് ഹൂ എന്നുള്ളത് കമ്മ്യൂണിക്കേറ്റർ സേസ് വാട്ട് ഇസ് മെസ്സേജ് ഇൻ വിച്ച് ചാനൽ ഇസ് മീഡിയം ടു whom is a receiver with what effect is an effect എന്ന് പറയുന്നു. Okay, so that is called whom communicator says what in which channel medium to whom receiver with what effect is effect എന്ന് പറയും. who എന്ന് പറയുന്നത് ആരോടാ? കമ്മ്യൂണിക്കേറ്ററിനോടാണ്. says what എന്ന് പറയുന്നത് എന്താണെന്ന് ചോദിക്കുമ്പോൾ മെസ്സേജ് എന്ന് പറയുന്നു. in which channel is a medium, in which channel is a medium to whom എന്ന് പറയുന്നത് റിസീവർ ആണ്. with what effect എന്നുള്ളതാണ്. സോ ഹൂ എന്ന് പറയുന്നത് എന്താ? കമ്മ്യൂണിക്കേറ്റർ. ആരാണോ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് അതാണ് ഹൂ എന്ന് പറയുന്നത്. എന്ത്? വാട്ട്. അപ്പൊ കുറെ അധികം WH ക്വസ്റ്റ്യൻസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ആണ് ലാസ്വെൽസ് മോഡൽ ഓഫ് കമ്മ്യൂണിക്കേഷൻ. ഹൂ, വാട്ട്, വിച്ച്, ടു ഹൂം, വിത്ത് വാട്ട് എഫക്ട്. അപ്പൊ വാട്ട് എന്തെന്ന് ചോദിക്കുന്ന എന്താണ്, എന്ത് മെസ്സേജ് ആണ് അവിടെ എന്നുള്ളത്. ഇൻ വിച്ച് ചാനൽ, ഏത് മീഡിയത്തിലൂടെയാണ്. ടു ഹൂം എന്ന് പറഞ്ഞാൽ ആർക്കാണ്? റിസീവർ. വിത്ത് വാട്ട് എഫക്ട് എന്ന് പറയുന്നു. സോ ദിസ് ഇസ് കോൾഡ് ആസ് ലാസ്വെൽസ് മോഡൽ ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നു. സോ ലാസ്വെൽസ് മോഡൽസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ അനലൈസസ് കമ്മ്യൂണിക്കേഷൻ ഇൻ ടേംസ് ഓഫ് 5 ബേസിക് ക്വസ്റ്റ്യൻസ്. ലാസ്വെൽ മോഡൽ ഓഫ് കമ്മ്യൂണിക്കേഷനിൽ എന്താണ് they are asking for? 5 ബേസിക് ക്വസ്റ്റ്യൻസ് ആണ് അവർ ചോദിക്കുന്നത്. ഹൂ, ആര്, സേസ് വാട്ട്, എന്ത് പറഞ്ഞു, ഇൻ വാട്ട് ചാനൽ, എന്തിലൂടെ പറഞ്ഞു, ടു ഹൂം, ആരോട് പറഞ്ഞു, വിത്ത് വാട്ട് എഫക്ട്, എന്ത് എഫക്ട്, വിത്ത് വാട്ട് എഫക്ട് they said എന്നുള്ളത്. So these question refers to the most salient components of the process of communication എന്നുള്ളത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ലാസ്വെൽ മോഡൽ ഓഫ് കമ്മ്യൂണിക്കേഷൻ വളരെ നമ്മളെ ചിന്തിപ്പിക്കുന്ന ഒരു തരത്തിലുള്ള മോഡൽ ഓഫ് കമ്മ്യൂണിക്കേഷൻ ആണ്. So to who says what, in what channel, to whom, with what effect. പഠിക്കണം, ലാസ്വെൽസ് മോഡൽ ഓഫ് കമ്മ്യൂണിക്കേഷൻ പഠിക്കണം. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് ഡിസ്കസ് ചെയ്യാം കേട്ടോ. അപ്പൊ നമുക്ക് കുറച്ചും കൂടി ഇതായിട്ട് പറയാം. അടുത്തത് ബെർലോസ് SMCR മോഡൽ ഓഫ് കമ്മ്യൂണിക്കേഷൻ. ബെർലോസ് SMCR മോഡൽ ഓഫ് കമ്മ്യൂണിക്കേഷൻ. സോഴ്സ്, എൻകോഡ്സ്, മെസ്സേജ്, ചാനൽ, ഡീകോഡ്സ്, റിസീവർ എന്ന് പറയുമ്പോൾ ഇതില് കമ്മ്യൂണിക്കേഷൻ സ്കില്ല്, ഇതിൽ ബെർലോസ് മോഡൽസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ നിങ്ങൾ ടെക്സ്റ്റിലുള്ളത് തന്നെ. ഇതിൽ സോഴ്സ് കണ്ടോ, ഇതിൽ കമ്മ്യൂണിക്കേഷൻ സ്കില്ലിനെ കുറിച്ച് പറയുന്നുണ്ട്. ആറ്റിറ്റ്യൂഡ്സ്, നോളേജ്, സോഷ്യൽ സിസ്റ്റം ആൻഡ് കൾച്ചർ. ഇവിടെ എൻകോഡ് ചെയ്യുന്നു മെസ്സേജിനെ കുറിച്ച് പറയുമ്പോൾ ദാറ്റ് ഇസ് കണ്ടന്റ്, എലമെന്റ്സ്, ട്രീറ്റ്മെന്റ്, അതിന്റെ സ്ട്രക്ചർ, കോഡിലേക്ക് വരുന്നു. ചാനൽ എന്ന് പറയുന്ന സമയത്ത് ഏതിലൂടെ എന്നുള്ളതാണ് അവിടെ വ്യക്തമാക്കേണ്ടത്. ഹിയറിംഗ്, സീയിങ്, ടച്ചിങ്, സ്മെല്ലിംഗ്, ടേസ്റ്റിംഗ്. സെൻസസ് പറയുന്നു. 5 സെൻസസിനെ കുറിച്ച് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നു. റിസീവറിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഉണ്ടാവേണ്ട കമ്മ്യൂണിക്കേഷൻ സ്കില്ല്, ആറ്റിറ്റ്യൂഡ്സ്, നോളേജ്, സോഷ്യൽ സിസ്റ്റം, കൾച്ചർ. ഇതാണ് ബെർലോസ് SMCR മോഡൽ ഓഫ് കമ്മ്യൂണിക്കേഷനിൽ വരുന്നത്. അപ്പൊ ബെർലോസ് SMCR മോഡൽ കമ്മ്യൂണിക്കേഷൻ കുഡ് ബി സമ്മറൈസ്ഡ് ആസ് എ sender delivering a message through a platform to a recipient. 2 actions are inherent in this model. Encoding happens on the sender's end, involving the way in which the message is transmitted. The receiver must decode the message through the channel that was used in the പറയുന്നു. So Berlo's model could be summarized as a sender delivering a message through a platform to a recipient. ഒരു പ്ലാറ്റ്ഫോമിലൂടെ റെസിപ്റ്റന്റിന് കൊടുക്കുന്നതാണ്. 2 ആക്ഷൻസ് ഇവിടെ ഉണ്ടാവുന്നുണ്ട്. ഏതില്? ബെർലോസ് മോഡലിൽ 2 ആക്ഷൻസ് ഉണ്ടാവുന്നുണ്ട്. എൻകോഡിംഗ് ഹാപ്പൻസ് ഓൺ ദ സെൻഡേഴ്സ് എൻഡ്. സെൻഡേഴ്സിന്റെ എൻഡിലാണ് എൻകോഡിംഗ് ഹാപ്പൻ നടക്കുന്നത്. ആൻഡ് റിസീവേഴ്സിന്റെ ഇൻ വിച്ച് ദ മെസ്സേജ് ഇസ് ട്രാൻസ്മിറ്റഡ്. റിസീവറിന് എന്ത് സംഭവിക്കുന്നു? ഡീകോഡ് സംഭവിക്കുന്നു എന്ന് പറയും. ഇനി ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു മോഡൽ ഓഫ് കമ്മ്യൂണിക്കേഷൻ ആണ് ഷാനൺ വീവർ മോഡൽ ഓഫ് കമ്മ്യൂണിക്കേഷൻ കേട്ടോ. മോഡൽസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ അതിൽ ഫസ്റ്റ് എല്ലാവരും എല്ലാവർക്കും അറിയുന്നതാണ് ഈ ഷാനൺ വീവർ മോഡൽ ഓഫ് കമ്മ്യൂണിക്കേഷൻ. അത് ഫസ്റ്റ് ആൻഡ് മോസ്റ്റ് ഇൻഫ്ലുവൻഷ്യൽ
മോഡൽസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ആണ്. ഇനീഷ്യലി പബ്ലിഷ്ഡ് ഇൻ 1948 1948 മാത്തമാറ്റിക്കൽ തിയറി ഓഫ് കമ്മ്യൂണിക്കേഷൻ എക്സ്പ്ലെയിൻസ് കമ്മ്യൂണിക്കേഷൻ ഇൻ ടേംസ് ഓഫ് 5 ബേസിക് കോമ്പോണൻസ്. എന്താ? സോഴ്സ്, ട്രാൻസ്മിറ്റർ, ചാനൽ, റിസീവർ ആൻഡ് ഡെസ്റ്റിനേഷൻ. ഇതിലൂടെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സോഴ്സ്, ട്രാൻസ്മിറ്റർ, ചാനൽ, റിസീവർ, ഡെസ്റ്റിനേഷൻ. ഇതാണ് ഏത്? ഷാനൺ വീവർ മോഡൽ. കേട്ടോ? ഷാനൺ വീവർ മോഡൽ ഓഫ് കമ്മ്യൂണിക്കേഷൻ ആണ് ഇത്. എന്ത്? ഇൻഫർമേഷൻ ട്രാൻസ്മിറ്റർ, റിസീവർ, ഡെസ്റ്റിനേഷൻ, നോയ്സ് സോഴ്സ്. ഓക്കെ, സോ അടുത്തത് അത്ര ഇമ്പോർട്ടന്റ് അല്ല. വെസ്ലി ആൻഡ് മാക്ലീൻ കമ്മ്യൂണിക്കേഷൻ മോഡൽ എന്ന് പറയുന്നു. ഇത് കുറച്ചും കൂടി മാത്തമാറ്റിക്സ് ബേസ് ചെയ്തിട്ട് ഉണ്ടാക്കിയതാണ്. അപ്പൊ ഇതിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ് ഇൻക്ലൂഡ് ചെയ്തു. അതായത് നമ്മളൊരു കമ്മ്യൂണിക്കേഷൻ നടക്കുന്ന സമയത്ത് നമ്മൾ എന്താ ഫസ്റ്റ് തന്നെ എപ്പോഴും നമ്മൾ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ആയിട്ട് പറയാറുള്ള എലിമെന്റ് ആണ് സെൻഡർ, അവസാനത്തേക്ക് റിസീവർ എന്ന് പറയുമ്പോൾ. പക്ഷെ ഇവിടേക്ക് വരുന്ന സമയത്ത് വെസ്ലി മാക്ലിനിൽ വരുമ്പോൾ എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ് അവിടെ ഇൻവോൾവ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഗേറ്റ് കീപ്പർ എന്ന് പറഞ്ഞിട്ടൊരു എലമെന്റിന് അവർ ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഒബ്ജക്റ്റീവ് ഓറിയന്റേഷൻ സെൻഡറും ഒബ്ജക്റ്റീവ് ഓഡ് ഓറിയന്റേഷൻ റിസീവർ, ഇങ്ങനെ പറഞ്ഞിട്ട് കുറച്ചധികം X1 X2 എന്നൊക്കെ പറഞ്ഞിട്ട് ആഡ് ചെയ്തിട്ട് വരുന്നുണ്ട്. സോ ദാറ്റ് ഇസ്. ഇനി അടുത്തത് ഫ്രാങ്ക് ഡാൻസ്. ഫ്രാങ്ക് ഡാൻസ് യൂസ് ഫോം ഓഫ് ഹെലിക്സ് യൂസ് ചെയ്തിട്ട് പറയുന്ന ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. അവിടെ തിയറി ഈസ് ബേസ്ഡ് ഓൺ സിമ്പിൾ ഹെലിക്സ്. ഓക്കെ, വിച്ച് ഗെറ്റ്സ് ബിഗർ ആൻഡ് ബിഗർ ആസ് ഇറ്റ് മൂവ്സ് ഓർ ഗ്രോസ്. അതാണ് ഏത്? ഫ്രാങ്ക് ഡാൻസ് മെത്തേഡ്. ദ മെയിൻ ക്യാരക്ടറിസ്റ്റിക് ഓഫ് എ ഹെലിക്കൽ മോഡ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ഇസ് ദാറ്റ് ഇസ് എവല്യൂഷണറി എന്ന് പറയുന്നുണ്ട്. അപ്പം ഇത്രയാണ് നമുക്ക് ഇതില് മോഡൽസ് ഓഫ് കമ്മ്യൂണിക്കേഷനിൽ പഠിക്കാനുള്ളത്. നമ്മൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കേണ്ട ഒന്നാണ് ദിസ് മോഡൽസ് ഓഫ് കമ്മ്യൂണിക്കേഷനിലെ ബേസിക് മോഡൽസ്. പിന്നെ അത് കഴിഞ്ഞിട്ട് അരിസ്റ്റോട്ടിൽ മോഡൽ ഓഫ് കമ്മ്യൂണിക്കേഷൻ, പിന്നെ ലാസ്വെൽ മോഡൽ ഓഫ് കമ്മ്യൂണിക്കേഷൻ, ബെർലോസ് SMCR മോഡൽ, ഷാനൺ വീവർ ഓഫ് കമ്മ്യൂണിക്കേഷൻ, വെസ്ലി ആൻഡ് മാക്ലിനൽ കമ്മ്യൂണിക്കേഷൻ, ഫ്രാങ്ക് ഡാൻസ് ആൻഡ് ഹെലിക്സ് എന്ന് പറയുന്നു. ഇത്രയും കാര്യങ്ങളാണ്. ഇതൊക്കെ ഓരോന്നും എന്താണെന്നുള്ളത് ചെറിയ ചെറിയ ബൈറ്റ് ആയിട്ട് പാരഗ്രാഫ് ആയിട്ട് നിങ്ങൾ പഠിച്ചു വെക്കുക. ആസ് എ ഹോൾ മോഡൽസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞിട്ട് റൈറ്റ് ഡൗൺ ദ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മോഡൽസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞിട്ടായിരിക്കും എസ്സേ ക്വസ്റ്റ്യൻ ചോദിക്കുക. അല്ലെങ്കിൽ ഈ പറഞ്ഞിട്ടുള്ള ഏതെങ്കിലും സെർട്ടൈൻ ആയിട്ട് വാട്ട് ഇസ് ഷാനൺ വീവർ മോഡൽ ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ മാക്സിമം ഇതിന്റെ ഫിഗർ നമ്മൾ പഠിക്കും. അപ്പൊ ഇതിന്റെ എല്ലാത്തിന്റെയും ഫിഗർ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ ഫിഗർ ഒക്കെ നിങ്ങൾ പഠിക്കുക, അർത്ഥം മനസ്സിലാക്കുക, എഴുതുക. അപ്പൊ കുറച്ചും കൂടി ഫിഗർ വരയ്ക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് എക്സ്ട്രാ മാർക്സ് കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പൊ ഫിഗർ വരച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ എക്സ്പ്ലനേഷൻ കറക്റ്റ് ആയില്ലെങ്കിലും കുഴപ്പമില്ല, they understood എന്നുള്ളത് അവർക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഓക്കെ, സോ ദീസ് ആർ ദ മോഡൽസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. സോ ഫസ്റ്റ് ബ്ലോക്ക് നമ്മൾ ഇതോടുകൂടി കംപ്ലീറ്റ് ചെയ്തു. ഇനി അടുത്ത ബ്ലോക്കിൽ കാണാം. ചിൽഡ്രൻ ടേക്ക് കെയർ, ബൈ.